ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത ഡ്രസ്സാണ് ഇപ്പോൾ തയ്ക്കാൻ പോകുന്നത്. നമുക്കിത് ആദ്യമായിട്ട് ഇതിൻ്റെ ഷോൾഡർ നമുക്ക് അടിച്ചു വയ്ക്കാം. ഷോൾഡർ അടിച്ചു വയ്ക്കാം. നമുക്ക് ഷോൾഡർ അടിക്കുമ്പോൾ നിങ്ങൾ കൈക്കുഴികൾ തമ്മിൽ ചേർത്ത് അടിച്ചു വയ്ക്കണം. ഷോൾഡർ നമുക്ക് അടിച്ചു വയ്ക്കാം. അപ്പോൾ ഇപ്പുറത്തെ ഷോൾഡറും അടിച്ചു വയ്ക്കാം. നമ്മൾ ഷോൾഡർ രണ്ടും അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ബാക്ക് വശം, ഇത് നല്ല വശം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു ചെറിയ മടക്ക് കൊടുക്കുക. ഇത് തുമ്പ് വശമാണ്. മടക്കിയില്ലെങ്കിൽ നൂലൊന്നും പൊളിഞ്ഞു പോകത്തില്ല. പക്ഷേ എന്നാലും നമുക്കൊരു മടക്ക് കൊടുക്കാം. നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ റൗണ്ട് നെക്കായിട്ടാണ് വെട്ടിയിട്ടുള്ളത്. റൗണ്ട് എന്ന് വെച്ചാൽ കുഴിഞ്ഞ റൗണ്ട് വി പോലെ അടിച്ചെടുക്കാൻ കണക്കിലാണ് വെട്ടിയിട്ടുള്ളത്. നമ്മൾ ക്രോസ് പീസ് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, വേറൊരു പീസ്, അതിന് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ജോയിൻ ചെയ്യണ അറിയില്ല? ക്രോസ് പീസ് നമുക്കിങ്ങനെ നേരെ പിടിച്ചല്ല, ഇങ്ങനെ എക്സായിട്ട് പിടിച്ച് വേണം ക്രോസ് പീസ് ജോയിൻ ചെയ്യാൻ. ഇങ്ങനെ എക്സായിട്ട് പിടിച്ചിട്ട് വെട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഇതേപോലെ പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ പീസ് നീളത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനൊന്ന് ഞാൻ എന്നും പറയും പോലെ ഒന്ന് നെടുക്കി പിടിച്ച് അടിച്ചെടുക്കാം കേട്ടോ. മടക്കി വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് തേച്ച് കൊണ്ടുവരാം. കാരണം ഇതൊന്ന് നല്ല ഫിനിഷായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് തേച്ച് കൊണ്ടുവരാം കേട്ടോ. നമുക്കിനി വേണ്ടത്, ഇത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ വീതി കൊടുത്തിട്ടില്ലേ, 5 ഇഞ്ച് വീതി കൊടുത്തത് റൈറ്റ് സൈഡിലെ പീസാണ്. 5 ഇഞ്ച് വീതി കൊടുത്തത് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഈ ഡിസൈൻ വരേണ്ടത്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലോട്ടാണ് 5 ഇഞ്ച് നീളം വീതി കൂടുതൽ കൊടുത്തേക്കുന്നത്, വണ്ണം കൂടുതൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ താഴേന്ന് ഇതുപോലൊരു പീസ് കണ്ടോ, ഇത് രണ്ടായിട്ട് എടുത്താൽ അത് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ എടുത്തത്. ഇതിന് നമ്മൾ അകത്ത് വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. മീതെയല്ല, അകത്ത് വെച്ച് അടിച്ചിട്ട് നമുക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ നമുക്ക് അകത്ത് വെച്ച് അടിച്ചു കൊടുക്കാം. ക്രോസ് വെട്ടി എടുത്തത് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ കോണാണല്ലേ. ഈ കോണിൻ്റെ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വിടാം, അതല്ലെങ്കിൽ ഒരു പ്ലീറ്റ് കൊടുത്ത് അടിക്കാം. ഇത് കഴുത്താണ് അടിച്ച് പോകുന്നത്. ആ വലിയ സൈഡ് കഴുത്താണ് ഈ അടിച്ച് പോകുന്നത്. നമ്മളിവിടെ കട്ട് ചെയ്ത് കളയണം. അതായത് കഴുത്തിൻ്റെ ഒരു ചുറ്റും, പിന്നെ നമുക്ക് ഈ വലിയ പീസിൻ്റെ ഇവിടെ മുതൽ താഴെ അറ്റം വരെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടല്ലേ. ഇനിയാണ് നമ്മൾ ഇത് അടിച്ചെടുക്കേണ്ടത്. കഴുത്തിൻ്റെ മോഡലാണിത്. കഴുത്തിന് അവിടെ നമ്മൾ ആ ഒരു മോഡൽ വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി കളർ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്കിതിനെ ഇതുപോലെ വെച്ചടിച്ചു കൊടുക്കാം. മറിച്ച് തിരിച്ച് നല്ല വശത്തോട്ടിട്ട് അടിച്ചു കൊടുക്കാം. ഒരേ അളവിനിരിക്കണം കേട്ടോ. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാം. വേറെ ഈ കറുപ്പല്ലാത്ത വേറെ എന്തെങ്കിലും കളർ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കഴിയുമെങ്കിൽ ഇതിൻ്റെ ഡിസൈനിനകത്തുള്ള എന്തെങ്കിലും ഒരു കളർ കൊടുത്താൽ നന്നായിരിക്കും. അതാണ് ഞാൻ ഈ തുണി എടുത്തത്. അതിൻ്റെ ഡിസൈനിനകത്തുള്ള കളറുള്ളത് കൊണ്ടാണ് ഇതെടുത്തത്. രണ്ടുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വെള്ളപ്പുള്ളി കാണുകയും ചെയ്യും. നമുക്ക് വേറൊരു കളറായിട്ട് വരികയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്തത്. നമുക്കിതിന് ഇവിടുന്ന് അറ്റം വരെ അടിച്ചു പോകാം. നമ്മളിതാ ഇത് ഒരു ചുറ്റും വെച്ച് അടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു പട്ട, ഇത് വേറെ തുണിയാണ് കേട്ടോ, ഈ തുണിയല്ല. കണ്ടോ, വൈറ്റ് ഡിസൈനൊക്കെ ഉള്ള
ഒരു പട്ട പോലെ. പിന്നെ ഈ മുക്ക് നിങ്ങൾ കൃത്യമായിട്ടും ഇത് മുക്കായിട്ട് തന്നെ പിടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ കഴുത്ത് മൊത്തത്തിലായിട്ട് വെച്ചടിച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ നിന്ന് ഇതുവരെ, അപ്പം നമുക്ക് ഈ തയ്യൽ വെട്ടിക്കളയാം. ഇതുവരെ നമ്മൾ വെച്ചടിച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ നമ്മൾ ചെറിയ പീസാണ്, ചെറിയ വശമാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു 5 ഇഞ്ച് വണ്ണം കൂട്ടിയിട്ടെടുത്തിട്ടുണ്ടല്ലോ ഈ പീസിന് അല്ലേ, അവിടെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്കിതിന് എങ്ങനെയാണ് വെച്ച് തയ്ക്കുന്നതെന്ന് നോക്കാം. ബാക്ക് പീസ് മാറ്റിയിടുക. ഇവിടുന്ന് കഴുത്ത് കറക്റ്റ് 2 കഴുത്തും കൂടെ ജോയിൻ്റായി പിടിക്കുക. 2 കഴുത്തും കൂടെ ഒരുമിച്ച് പിടിക്കുക. അപ്പോൾ നമുക്കത് ഇവിടെയാണ് ആ എൻഡ് കിട്ടുന്നത് അല്ലേ, ഇവിടെയാണ് നമുക്ക് ആ എൻഡ് വരുന്നത്. മാർക്ക് ചെയ്താലും മതി. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഈ അടയാളം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വെച്ചിട്ട് പിടിക്കാം. അതായത് ഈ പീസ് ചെറുതാണല്ലോ, ഈ പീസാണ് 5 ഇഞ്ച് കൂടുതലുള്ള, 5 ഇഞ്ച് കൂടുതലുള്ള ഭാഗമാണ് ഈ കിടക്കുന്നത്. നമുക്കിവിടെ വെച്ചിട്ട് ഒന്ന് പിടിക്കാം. എന്നിട്ട് അവിടെയും നമ്മളൊരു മുട്ട് പിന്ന് കൊടുക്കും, ഒരു പിന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ ഒരു മുട്ട് പിന്ന് കൊടുത്തു, ഒരു പിന്ന് കൊടുത്ത് കണ്ടല്ലോ. കഴുത്തിൻ്റെ ഷേപ്പ് കണ്ടല്ലോ, നമുക്ക് കഴുത്തിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ബാക്ക് കഴുത്ത്, ഇത് നമുക്ക് ഫ്രണ്ട് വരുന്ന ഭാഗം. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് ഇവിടെ വെച്ചിട്ട് ഈ പീസിൻ്റെ ഇത് ഈ 5 ഇഞ്ച് കിടക്കുന്നുണ്ട്, 5 ഇഞ്ച് ഇവിടെ കിടക്കുന്നുണ്ട്. അത് പോയിട്ട് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിവിടെ 2 പിന്ന് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോവും. അല്ലെങ്കിൽ ലൈനുള്ള തുണിയാണെങ്കിൽ നിങ്ങൾ പിന്ന് വയ്ക്കാതെ ആയിരുന്നാലും ആ ലൈനിൽ കൂടെ അടിച്ചു പോയാൽ മതി കേട്ടോ. ഇങ്ങനെ പിന്ന് വെച്ച് കൊടുക്കണം. ഈ അറ്റം വരെ നമ്മൾ ആ കറക്റ്റ് അളവിന് പിന്ന് വെച്ച് കൊടുക്കണം. ഇവിടെ നമുക്ക് 5 ഇഞ്ചിൻ്റെ ഉള്ളിലോട്ട് കിടക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ പിന്ന് വെച്ച് കൊടുക്കണം. അതുകൊണ്ട് അവിടെ വരെ പിന്ന് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, കഴുത്തൊന്നും ഒരുപാട് ഇറക്കമൊന്നുമില്ല, നല്ല കറക്റ്റ് കഴുത്താണ്. അപ്പം നമുക്കിതിന് ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടിച്ച് ഈ സൈഡിൽ കൂടെ അടിച്ച് ഇതിൻ്റെ എൻഡ് വരെ അടിക്കണം നമുക്ക് കേട്ടോ. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് അടിച്ചെടുക്കുമ്പം ഇതിൻ്റെ എൻഡും തുല്യമായിട്ടാണോ എന്ന് നോക്കണം കേട്ടോ. ഈ എൻഡും തുല്യമായിട്ടാണോ എന്ന് നോക്കണം. ഇതിപ്പോൾ തുല്യമായതുകൊണ്ടാണ് ഞാൻ പിന്നെ മിണ്ടാതിരുന്നത് കേട്ടോ. ഇവിടെ തുല്യമാണോ എന്ന് നോക്കണം. നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരു 8 ഇഞ്ച് ഓപ്പൺ ഇട്ട് കൊടുക്കണം. 8ഓ 9ഓ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്പൺ ഇട്ട് കൊടുക്കണം. ഓപ്പൺ ഇട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ ഒരു തയ്യൽ വെച്ച് കൊടുക്കണം, ഒരു കെട്ടിട്ട് കൊടുക്കണം. ഈ പട്ടയിൽ അതുവരെ മതി കേട്ടോ. ഇനി ഇതിനകത്ത് കുറച്ച് പീസ് കിടക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഈ 5 ഇഞ്ച് ബാലൻസ് ഉള്ളതല്ലേ, ഇവിടെ നിന്ന് 5 ഇഞ്ച് നമ്മൾ കൂട്ടി വെട്ടിയപ്പോൾ ഈ 5 ഇഞ്ച് നമുക്ക് ഇത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയ പീസ് 5 ഇഞ്ച് ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടേക്കാം. പക്ഷേ കട്ട് ചെയ്തിട്ടിരുന്നാൽ അവിടെ ചിലപ്പോൾ പൊങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ നിന്ന് പിടിച്ച് കട്ട് ചെയ്യണം. നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിൽ കട്ട് ചെയ്യാം, പക്ഷേ അങ്ങനെ കട്ട് ചെയ്യുന്നേക്കാളും എളുപ്പം അടിച്ചെടുക്കുക ഇതാണ്. തച്ച് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഓപ്പണിൻ്റെ ഭാഗം അത്രയും നമ്മൾ മടക്കി അടിച്ചു കൊടുത്താൽ ഇത് കട്ട് ചെയ്യാതെ ഇട്ടിരുന്നാലും നിങ്ങൾക്ക് നല്ലതാണ്. കാരണം നാളെ നിങ്ങൾക്ക് ഒരു സമയത്ത് ഈ മോഡൽ വേണ്ട, ഇതിനെ സ്ട്രെയിറ്റ് ആക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സ്ട്രെയിറ്റ് ആക്കാൻ എളുപ്പമാണ്. ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ട് പട്ടയവലും അടിച്ച് ബട്ടൺ വെച്ച് കൊടുത്താൽ മതി, സ്ട്രെയിറ്റ് മോഡലാവും. അതുകൊണ്ട് ഇത് കട്ട് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കട്ട് ചെയ്യണ്ട കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, കട്ട് ചെയ്യാതെ ഇട്ടെങ്കിൽ മാത്രമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതിപ്പോൾ രാത്രിയിൽ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ തയ്ക്കാറില്ല. കാരണം എനിക്ക് അത്യാവശ്യം വയ്യാതായതുകൊണ്ട്, സുഖമില്ലാതായതുകൊണ്ട് ഞാൻ രാത്രിയിലധികം ഒരുപാട് പണി കൊണ്ടുവരാറില്ല. അപ്പം നമുക്കിത് ഇത്രയും കഴിഞ്ഞ് അപ്പോൾ ഇനി ബാക്കിൽ 2 ഡാട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് ബാക്ക് പീസാണ്, ബാക്കിൽ 2 ഡാട്ട് ഇട്ട് കൊടുക്കാം.
ചരിച്ചുള്ള കട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗത്തോട്ട് കട്ട് വേണമെന്നില്ല, നമുക്ക് പ്ലെയറായിട്ട് കൊടുത്താലും മതി, ആ മോഡലായിരിക്കും. അല്ലെങ്കിൽ താഴെ അറ്റം വരെ കട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ കൈ വെച്ച് പിടിപ്പിക്കാം. കൈ കണ്ടോ, കൈ ഇതാണ് ഇതിൻ്റെ കൈ. ഇതിന് നമ്മൾ ഒരു പീസ് കൂടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഈ കൈ നമുക്ക് ഇതിൻ്റെ മറുവശം വെച്ചിട്ട്, നമുക്ക് ആ തുണിയാണ് ഈ പട്ട വെച്ചടിച്ച തുണിയാണ്, അത് വെച്ചിട്ട് ഇതുപോലെ ചീത്ത വശത്ത് വെച്ച് അടിച്ചിട്ട് നല്ല വശത്തോട്ട് മറിച്ച് ഒരു പട്ട പോലെ വെച്ചിട്ട് ഒരു പട്ടന് കൊടുക്കാൻ വേണമെങ്കിൽ 2 വീതം വെച്ച് നമ്മളിങ്ങനെ കൈ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ. കൈ താഴെ ഒരു പട്ട വെച്ചിട്ട് നമ്മൾ 14 ഇഞ്ച് കൈ നീളമാണ് വെച്ചിട്ടുള്ളത്. 14 ഇഞ്ച് കൈ നീളമാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ 3/4 ഹാൻഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കൈ കൂടെ അതുപോലെ അടിച്ചെടുക്കാം. നമ്മൾ കയ്യിൽ രണ്ട് കൈയും പട്ട വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മിഡിലായിട്ട് ഒരു മാർക്ക് കൊടുക്കാം. ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വെച്ചടിച്ചു തുടങ്ങാം. ഈ മാർക്ക് നമുക്ക് ഇവിടെ ഇതിൻ്റെ എൻഡിൽ വെച്ചടിക്കണം. ഈ ഷോൾഡറിൻ്റെ എൻഡിൽ നമുക്ക് അടിച്ചു തുടങ്ങാം. പകുതി വെച്ച് അടിച്ചു തുടങ്ങിയ ഒട്ടും നമുക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട, കറക്റ്റ് അടിച്ച് പോകാം കേട്ടോ. ഇത് കൈയാണ്. ഇനി ഇപ്പുറത്തെ കൈ കൂടെ നമുക്ക് അടിച്ചെടുക്കാം. ഞാനിത് കൈ രണ്ടും തയ്ച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൈ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൈ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നമുക്കിതിൻ്റെ 20 ഇഞ്ചാണ് ഓപ്പൺ കേട്ടോ. ഓപ്പണിൻ്റെ ലെന്ത്. അവിടെ ഒരു കെട്ടിട്ടെടുക്കുക. നമുക്കിനി ഒരു തയ്യലൂടെ കൊടുക്കണം. ഒറ്റ തയ്യൽ പോലെ 2 തയ്യൽ കൊടുക്കണം. രണ്ട് കൈ ഒരുപോലെ അളവിൽ നിങ്ങൾ പിടിച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ സ്ലിറ്റ് ഒരു സ്ലിറ്റ് പൊങ്ങി ഒരു സ്ലിറ്റ് താഴ്ന്നു ഇരിക്കരുത്. 2 സ്ലിറ്റ് ഒരുപോലത്തെ ലെങ്തിലെടുക്കണം. നമുക്കിനി ഇതിൻ്റെ ഓപ്പൺ അടിച്ച് ഒരു തയ്യലൂടെ ഇട്ട് ഓപ്പൺ അടിച്ചെടുത്താൽ മതി. നമ്മുടെ കുർത്തി റെഡി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ സൈഡെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ട്. സൈഡ് അടിക്കുന്നത് കാണിച്ച് തരാത്തത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കുർത്തി അടിച്ചപ്പോൾ സൈഡ് അടിക്കാൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കുർത്തിയാണ്. ഇതൊന്ന് തേച്ചിട്ട് ഞാനൊന്ന് ഇട്ടിട്ട് വരാം കേട്ടോ. എൻ്റെ അളവല്ല, എന്നാലും ഞാൻ ഒന്ന് ഇട്ടിട്ട് വരാം. ഹായ്, എങ്ങനെയുണ്ട് നമ്മുടെ കുർത്തി? ഞാൻ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഇതിപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്താണ്. നിങ്ങൾക്ക് ഞാൻ ഇട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ തോന്നും ഞാൻ പറയാറുണ്ട് ഞാൻ തയ്യൽ പഠിച്ചിട്ടില്ല, അപ്പോൾ പഠിക്കാതെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ തയ്ച്ച് വയ്ക്കുമായിരിക്കും, ആർക്കും ഇടാൻ കൊള്ളത്തില്ല. അതങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ കടയിൽ അന്വേഷിച്ചാൽ അറിയാം. ഞാൻ വെള്ളനാട് ഷീ ടൈലർ ഷോപ്പാണ്. ഇപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ പൊട്ടി പ്രശ്നങ്ങളായ ഒരു ടൈലർ ഷോപ്പാണത്. അത് പക്ഷേ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കസ്റ്റമറുണ്ട്. എനിക്ക് അവിടെ നിന്ന് മാത്രമല്ല, സിറ്റിയിൽ നിന്നൊക്കെ ഒത്തിരി കസ്റ്റമർ വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ഡ്രസ്സും ചെയ്യുന്നുണ്ട്. മോഡലും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ സമയക്കുറവും എനിക്ക് കുറച്ച് വയ്യായിക ഉള്ളതിൻ്റെ ഇപ്പം ചെറുതായിട്ട് എനിക്ക് നടുവിനൊക്കെ ചെറിയ വേദനയുണ്ട്. അത് കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പണിക്ക് യാതൊരു കുറവില്ല. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റെ മക്കളെ കൂടത്ത് എനിക്ക് നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ നാൾ കട കൊണ്ടുപോയില്ല. പക്ഷേ കട കൊണ്ടുപോയില്ലെങ്കിൽ എൻ്റെ ഈ സ്റ്റിച്ചിങ് പണി എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഞാൻ നിർത്തത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.